ശ്രീ റെജി ലൂക്കോസ്, ഒരു പരാജയം സംഭവിക്കുമ്പോൾ സ്വയം വിമർശനം നടത്തുക എന്നുള്ളത് പ്രധാനമാണല്ലോ. ശ്രീ റെജി ലൂക്കോസ് കേൾക്കാമല്ലോ. ആ സ്വയം വിമർശനത്തിലേക്ക് എന്തുകൊണ്ടാണ് CPM വരാത്തത്? CPM പുറത്തു പറയുന്ന കാര്യങ്ങൾ, പരാജയം സംഭവിച്ചതിനെ കുറിച്ച് ഞങ്ങൾ തോറ്റു എന്നുള്ള പ്രതികരണം എവിടെയും വരുന്നില്ല. ഇപ്പോൾ CPM അത് തുറന്നു പറയുന്നുണ്ട്, ഞങ്ങൾ വീണുവെങ്കിൽ വീണു എന്ന് തന്നെ പറയുമെന്ന്. അങ്ങനെ ഒരു പറയലിന് തയ്യാറാകുന്നില്ല. അപ്പോൾ ഇവിടെ UDF-ന് വിജയം ഉണ്ടായിരിക്കുന്നത് UDF-ഉം BJP-യും ചേർന്നുണ്ടാക്കിയ അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഭാഗമായിട്ടാണ് അവർ വിജയിച്ചതെന്നാണ് ആവർത്തിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭരണവിരുദ്ധ വികാരമാകട്ടെ ഇല്ലേ ഇല്ല. ഇതെന്തുതരം വിലയിരുത്തലാണ് ശ്രീ റെജി ലൂക്കോസ്? അതാണ് നിങ്ങൾക്ക് CPM-നെ കുറിച്ചുള്ള വിലയിരുത്തൽ വന്ന പെശകെന്ന് പറയുന്നത്. പാർട്ടി കൃത്യമായ രീതിയിൽ അത് വിശകലനം ചെയ്യിച്ച് അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. പാർട്ടി അല്ലെങ്കിൽ LDF സർക്കാർ വിരുദ്ധമായ ഒരു കൊടുങ്കാറ്റിൽ ആടി ഉരിഞ്ഞ് തകർന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വിലയിരുത്തൽ പറയുന്നതിന് ഒരു മടിയില്ല. 2010 ഇതുപോലെ നടന്നൊരു പ്രാദേശിക തെരഞ്ഞെടുപ്പ് ഞങ്ങൾ ഇതിനേക്കാൾ താഴോട്ട് പോയി. അന്നത്തെ സംസ്ഥാന സമിതി പുറത്തുവിട്ട ഒരു പ്രസ്താവനയുണ്ട്. അന്ന് എനിക്ക് തോന്നുന്നു ബഹുമാനപ്പെട്ട കോടിയേരി ബാലകൃഷ്ണനാണെന്ന് എനിക്ക് സംശയമുണ്ട്, സബ്ജക്റ്റ് കറക്ഷൻ. അത് വായിക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. ഇത്തവണ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് കുറച്ച് നഷ്ടങ്ങൾ വന്നിട്ടുണ്ട്, അതിൽ യാതൊരു തർക്കമില്ല. അതിനെ ജനാധിപത്യപരമായ രീതിയിൽ സ്വാഗതം ചെയ്തൊരു പാർട്ടിയാണ് CPM എന്ന് പറയുന്നത്. ഇല്ലാത്ത കാര്യങ്ങളുണ്ട്, ഞങ്ങളെ ജനങ്ങളെ മുഴുവൻ കൈവിട്ടു എന്ന് പറഞ്ഞ് അയാഥാർത്ഥ്യമായ കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റുമോ? ഇന്നും CPM-ന്റെ അടിത്തറയ്ക്ക് യാതൊരു മാറ്റം വന്നിട്ടില്ല. ചെറിയ രീതിയിലുള്ള തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. ഞങ്ങൾ 2019-ലും 2024 ലോക്സഭയിലേക്ക് ഞങ്ങൾക്ക് കിട്ടിയ ഓരോ MP-മാരെ മാത്രമാണ്. അത് നിങ്ങൾക്കറിയാമല്ലോ. അന്നും നമ്മളൊക്കെ ഒന്ന് ചർച്ചയിൽ ഇരുന്നിട്ടുണ്ട്. അന്ന് നിങ്ങളൊക്കെ എന്താ പറഞ്ഞത്? CPM ആട്ടിമൂട്ടി തകർന്നു. പക്ഷേ 2021 സംഭവിച്ചെന്താ? ഇത് തന്നെയായിരിക്കും 2026 വരാമെന്ന് ഒരു തർക്കമല്ല കാര്യത്തിൽ. ഞാൻ ചോദിക്കട്ടെ, കൃത്യമായ രീതിയിൽ ജനങ്ങളെ അഡ്രസ്സ് ചെയ്ത് ഇത്രയധികം കരുതലോടെയും വികസന പ്രവർത്തനം നടത്തിയ ഗവൺമെന്റ് കേരളത്തിലില്ല. വിമർശനം ന്യായമായിട്ടും വേണം, ഒരു തർക്കമില്ല കാര്യത്തിൽ. ആ വിമർശനങ്ങളെ ഏറ്റെടുക്കുന്ന ഒരു പാർട്ടി കേരളത്തിൽ CPM അല്ലാതെ വേറെ ആയതാ ഉള്ളത്. ഇപ്പൊ ഇവിടെ ബഹുമാനപ്പെട്ട കാരശ്ശേരി മാഷ് സന്ദർഭത്തിന് വിരുദ്ധമായിട്ടൊന്നുമില്ല, ഞാൻ അത് ആഡ് ചെയ്താൽ എനിക്ക് അദ്ദേഹത്തിന് മറുപടി കൊടുത്തേ പറ്റൂ. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തിനോട് ഞാൻ 100% ചോദിക്കുക. ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്ത് പോയി പറഞ്ഞതിന് തനിയാവർത്തനം കോട്ടയം ജില്ലയിൽ 2 സ്ഥലത്ത് പറഞ്ഞു. 3 മാസത്തിനുള്ളിൽ നടന്ന സംഭവം. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിനെ ആക്ഷേപിച്ച് അദ്ദേഹം കോട്ടയത്തും രാമപുരത്തും പ്രസംഗിച്ചു. അത് വലിയ രീതിയിൽ ആ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നതിന് മുഴുവനും CPM-ന്റെ അക്കൗണ്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ? CPM പറഞ്ഞിട്ടാണ് അങ്ങനെ പറഞ്ഞത്. CPM അങ്ങനെ പറയുമോ? ഒരിക്കലുമില്ല. അപ്പൊ നിങ്ങളുടെ നരേഷൻ എന്താ? CPM അല്ല, ഈ വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന മുഴുവൻ CPM എഴുതി കൊടുത്തതാണെന്നാണോ? ഒരിക്കലുമല്ല. അദ്ദേഹത്തിന്റെ വിദ്വേഷ പ്രസംഗങ്ങൾക്കെതിരെ നിങ്ങൾ ഗ്രാസ് റൂട്ട് ലെവലിൽ ഒന്ന് അന്വേഷിച്ച് നോക്കും. മാധ്യമങ്ങളെ പ്രവർത്തകരെ വിട്ടുകൊണ്ട് ജനങ്ങൾ മുഴുവൻ അദ്ദേഹം പറഞ്ഞതിനോട് എതിരാ. അതിൽ പറയാറില്ലേ? അല്ല, ജനങ്ങളുടെ എതിർപ്പിനെ കുറിച്ചല്ലോ, പിണറായി വിജയൻ എതിർപ്പ് പ്രകടിപ്പിക്കാത്തതിനെ കുറിച്ചാണല്ലോ ചോദ്യം. പിണറായി വിജയൻ 2015 കോഴിക്കോട് മാൻഹാളിൽ ഈ പറയുന്ന നൌഷാദ് 2 അന്യസംസ്ഥാന തൊഴിലാളിക്ക് വേണ്ടി ജീവൻ പിടിച്ചപ്പോൾ ഇദ്ദേഹം മലപ്പുറത്ത് ഒരു കേരള യാത്ര വെച്ച് പറഞ്ഞ വാര്യം എന്താണെന്നറിയോ? അദ്ദേഹം പറഞ്ഞ വാക്കുകളിലൂടെ കാരശ്ശേരി മാഷ് പറഞ്ഞു, അന്ന് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ പറഞ്ഞറിയോ? കേരള തൊഗാടിയാന്നാ വിളിച്ചത്. ആരെന്ത് പറഞ്ഞാലും വിമർശിക്കാൻ തന്നെ. അതാണല്ലോ ചോദ്യവും ശ്രീ റെജി ലൂക്കോസ്. ഏറ്റവും ശക്തമായി പ്രതികരിച്ചിരുന്ന പിണറായി വിജയനെ നമ്മൾ കണ്ടിട്ടുണ്ടെന്നേ. അന്ന് അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്നു. ഇപ്പോഴെന്താണ് തടസ്സമെന്നാണ് ചോദ്യം. അല്ല, നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് പിണറായി വിജയൻ എന്നൊരു വ്യക്തി ഇന്നൊരു പാർട്ടി സെക്രട്ടറി മാത്രമല്ല, അതായത് ഇന്ന് കേരള സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രി പറയാവുന്നതിന് പരമാവധി അദ്ദേഹം പറയുന്നുണ്ട്. നിങ്ങൾ നേരത്തെ അല്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നിങ്ങളിപ്പോൾ ഇവിടെ പറയുന്നത് വെള്ളാപ്പള്ളി നടേശനെ അദ്ദേഹത്തിന്റെ കാറിൽ കയറ്റി ഒരു 150 മീറ്റർ അപ്പുറത്ത് ആ വേദിയിലേക്ക് കൊണ്ടുപോയി. അതിലെന്താ ഇത്ര തെറ്റിരിക്കുന്നത്? പ്രായമുള്ളൊരു മനുഷ്യൻ, കേരളത്തിലെ മുഖ്യമന്ത്രി, ഉമ്മൻചാണ്ടി സാറ് മുഖ്യമന്ത്രി ആയിരുന്നു, ആരെല്ലാം കയറ്റിക്കൊണ്ട് പോകുമായിരുന്നു. ഒരു പ്രായം ചെന്ന മനുഷ്യൻ അവരൊന്നിച്ചുകൊണ്ട് ഇറങ്ങി. അതിനെ നിങ്ങൾ ഈ രീതിയിൽ എങ്ങനെയാണ് ഡൈവേർട്ട് ചെയ്യുന്നത്? ഇതൊക്കെ കേരളം അംഗീകരിക്കും. പിണറായി വിജയൻ വ്യക്തിയെക്കുറിച്ച് അറിയാവുന്നവർ അദ്ദേഹം ഏതെങ്കിലും ഒരു മതത്തിനോ ജാതിനെ പ്രീണിപ്പിച്ചുകൊണ്ട് വോട്ട് പിടിക്കുന്ന ആളെന്നൊക്കെ പറഞ്ഞാൽ ആ പറയുന്നവർക്ക് 10 വോട്ട് പോകത്തുള്ളൂ. നിങ്ങൾക്കറിയാമല്ലോ, അതെ വഴിയിലൂടെ നടന്നിങ്ങനെ കഷ്ടപ്പെട്ട് പോകുമ്പോൾ കാറിൽ കയറ്റി. അല്ല, അതൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്ന ചിത്രങ്ങൾ. അവര് ഒരു ഗസ്റ്റ് ഹൗസിൽ ഒന്നിച്ചുണ്ടായിരുന്നു, പലരും ഉണ്ടായിരുന്നു. അദ്ദേഹം പോകുന്ന വഴിക്ക് ജനറൽ സെക്രട്ടറിയാണ്. അതിപ്പോ ഒരു സമ്മേളനത്തിൽ വരുന്ന ആളെ മുഴുവൻ ഓവർലോഡ് ആക്കായിട്ട് ബഹുമാനോട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാറെ കയറ്റിക്കൊണ്ടു വരും. നിങ്ങൾക്ക് എന്തോ അങ്ങനെ വ്യാഖ്യാനിക്കാം. ഞാനത് പൂർത്തിരിക്കട്ടെ. അല്ല അല്ല അതിനൊക്കെ അതല്ലേ മറുപടി ഉള്ളൂ. നിങ്ങൾ അതായത് ഞങ്ങളുടെ നാട്ടിലെടുത്ത് പറയും, ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ എന്ത് പറഞ്ഞാലും കുറ്റാന്ന് പറയും.
മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ത് ചെയ്താലും കുറ്റപ്പെടുത്തുക എന്നുള്ളത് നിങ്ങളുടെ ഒരു ഹരമാ. അതേ ചെയ്ത പ്രവൃത്തികൾ ഈ നാട്ടിൽ ഈ 10 വർഷമായിട്ട് ഇവിടെ ഏതെങ്കിലും ഒരു മതവിദ്വേഷപരമായിട്ടുള്ളോ അല്ലെങ്കിൽ ഒരു ജാതിപരമായിട്ടുള്ള ഒരു വിദ്വേഷം ഉണ്ടായിട്ടുണ്ടോ? ഇവിടെ ഒരു മാറാട് ആവർത്തിച്ചിട്ടുണ്ടോ? ഇവിടുത്തെ ജനങ്ങൾക്ക് എത്ര ദുരന്തങ്ങൾ കൈപിടിച്ചു. ഇത് വെള്ളാപ്പള്ളി ചോദിച്ചതാണ്. വെള്ളാപ്പള്ളി പറഞ്ഞൊന്നും ഞാൻ എൻഡോഴ്സ് ചെയ്തില്ല. ആ കാര്യത്തിൽ ബിനോയ് വിശ്വത്തിന് ഞാൻ ബിഗ് സല്യൂട്ട് കൊടുക്കുക. ഇടതുപക്ഷത്തിന്റെ അഭിപ്രായങ്ങൾ പറയാൻ പിന്നെ വെള്ളാപ്പള്ളി ആരും നിയോഗിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ അത് ക്ലാസിക് മറുപടിയാ. അത് ഇടതുപക്ഷത്തിന്റെ മറുപടിയാ. അത് പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന കേരളത്തിലെ ഞങ്ങളുടെ ഗവൺമെന്റിന്റെ മറുപടിയാ. അതിന് ഞാൻ അദ്ദേഹത്തിന് സല്യൂട്ട് കൊടുക്കുക. ആ കാര്യത്തിൽ ഞാൻ പിന്നെ ബിനോയ് വിശ്വത്തിന് വലിയ രീതിയിലുള്ള സല്യൂട്ട് ഒരിക്കൽ കൂടെ ആവർത്തിക്കുക. കാരണം ഈ മനുഷ്യൻ പോകുന്നിടത്തെല്ലാം പ്രായാധിക്യത്തിന്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്നില്ല. CPM-നെയും സർക്കാരിന്റെ പേരിൽ നിങ്ങൾ ആ അക്കൗണ്ടിലേക്ക് നിങ്ങൾ എങ്ങനെ ചാർത്തുന്നത് ഒട്ടും മനസ്സിലാകുന്നില്ല. പിന്നെ അദ്ദേഹത്തിന് ഒരു സ്ഥാനമുണ്ട്. നോക്കൂ, ന്യൂനപക്ഷങ്ങൾക്കെതിരെ ആക്രമണങ്ങൾ നടക്കുമ്പോഴൊക്കെ ശക്തമായി പ്രതികരിക്കുന്ന പാർട്ടിയാണ് CPIM. നമുക്കറിയാമല്ലോ. ഇപ്പോൾ കർണാടകയിൽ അപ്പോൾ അവിടെ ബുൾഡോസർ രാജാണ് എന്ന് പറഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെ നേതാക്കൾ അവിടെ എത്തുന്നു, അതിൽ ശക്തമായി പ്രതികരിക്കുന്നു. അതിൽ മുഖ്യമന്ത്രി തന്നെ വളരെ പെട്ടെന്ന് ഫേസ്ബുക്കിലൂടെ പ്രതികരിക്കുന്നു. നല്ല കാര്യം, അങ്ങനെയാണ് വേണ്ടത്. CPM-ൽ നിന്ന് അതാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ബുൾഡോസർ രാജ് നടത്തിയില്ല എങ്കിലും നാവുകൊണ്ട് ബുൾഡോസർ ചലിപ്പിക്കുന്ന വെള്ളാപ്പള്ളിയെ നിയന്ത്രിക്കേണ്ടതേ ഇല്ല. അദ്ദേഹം പ്രായമായ മനുഷ്യരല്ലേ, ഇങ്ങനെ പറഞ്ഞു പോകട്ടെ, വിദ്വേഷം പരത്തി പോകട്ടെ എന്ന രൂപത്തിൽ നിൽക്കുമ്പോൾ രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമില്ല കേട്ടോ. അല്ലല്ല, അതിനകത്ത് രസകരമായ മറുപടി പറയാം. വെള്ളാപ്പള്ളി നടേശന്റെ വായിക്ക് പൂട്ടിടാനായിട്ട് ജനാധിപത്യ ഇന്ത്യയിൽ ആർക്കെങ്കിലും അവകാശമുണ്ട്? എനിക്കറിയത്തില്ല. രാജ്യവിരുദ്ധത പറഞ്ഞിട്ടുണ്ട്. ചിലപ്പം അതിനൊക്കെ വകുപ്പുണ്ട്. ഇവിടെ കേസെടുത്തല്ലോ. 2015 ആരാ പറഞ്ഞ കേസെടുത്തില്ലെന്ന് പറഞ്ഞു? എപ്പോഴത്തെ കാര്യം പറയുന്ന ഈ പറയുന്ന കോഴിക്കോട് നടന്ന കൃത്യമായ കാര്യങ്ങളാ. അദ്ദേഹത്തിനെതിരെ ഈ മാൻഹോളിൽ നൗഷാദ് ഞങ്ങളുടെ ഉറപ്പാണോ? ഉമ്മൻചാണ്ടി കേസെടുത്തതിനെ കുറിച്ചാണോ ഉമ്മൻചാണ്ടി പറഞ്ഞില്ല. ഞാൻ അദ്ദേഹത്തിനെതിരെ കേസെടുത്തോന്ന് ചോദിച്ചു. ഞാൻ വളരെ മനോഹരമായിട്ട് മറുപടി പറഞ്ഞു. ഉമ്മൻചാണ്ടി സാറാണ് പക്ഷെ പ്രതികരിച്ചത് പിണറായി വിജയന. അല്ല, ഞാൻ ചോദിക്കട്ടെ, പിന്നീട് ഈ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾ? അല്ലല്ല, അത് സ്മൃതി. അതിനാണ് ഞങ്ങൾ പറയുന്നത് ഉത്തരം മുട്ടുമ്പോൾ ഈ രീതിയിലുള്ള വാക്കുകൾ പറയുന്നു പറഞ്ഞത്. ഞാൻ കൃത്യമായ ചരിത്രമാണ് പറഞ്ഞത്. കാരശ്ശേരി ഭാഷ പറഞ്ഞത് ഏറ്റുപിടിച്ചുകൊണ്ട് ഞാനും പറഞ്ഞു. എന്താ തർക്കക്കാര്യത്തിൽ ഇവിടുത്തെ ജനം പിന്തള്ളി എന്നാണല്ലോ അങ്ങയുടെ വാക്കിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അങ്ങ് തന്നെ പറയുന്നു വെള്ളാപ്പള്ളിയുടെ വർഗീയ പ്രസംഗത്തെ ആരും എൻഡോസ് ചെയ്യുന്നില്ല എന്നങ്ങ് പറഞ്ഞല്ലോ. ആ ജനമെടുത്ത നിലപാട് എന്താണ് പിണറായി വിജയൻ എടുക്കാൻ പറ്റാത്തതെന്നാണ് ഞാൻ തുടക്കം മുതലേ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങേക്ക് അതിന് മറുപടിയില്ല. അല്ല, ആ ചോദ്യത്തിന് മറുപടി എത്ര പറഞ്ഞാലും സ്മൃതിക്ക് ഇഷ്ടപ്പെടത്തില്ല. കാരണം CPM-നെ വേണ്ടി ചാർത്താൻ കിട്ടിയ ഒരു ക്ലാസിക് ആയിട്ടുള്ള ചില വാക്കുകളാണ്. ഞാൻ ക്ലാസിക് എന്നുള്ള വാക്ക് ഉദ്ദേശിച്ച് നിങ്ങളുടെ വേർഷനിൽ പിണറായി വിജയൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രി എന്ത് ചെയ്യണം? അദ്ദേഹത്തിന് നാളെ ഇവിടെ ജയിലിലിടണോ? നിങ്ങൾ പറയൂ. കാണുന്ന വേദികളിലെല്ലാം പോയി വർഗീയത പറയുക. ഞാൻ ചോദിക്കുന്നു, ഒരു വ്യക്തി അല്ല നിസ്സഹായതയുടെ നിങ്ങൾ പറയൂ. അങ്ങനെയാണ് ഒരു കാര്യം. നിങ്ങൾക്ക് ഏതെങ്കിലും കേസ് ഒരു പോലീസ് സ്റ്റേഷൻ കൊണ്ട് കേസ് കൊടുക്കാൻ പറ്റില്ല. ഇദ്ദേഹം വർഗീയത പറയുന്നു. ഇവിടെ ഇരിക്കുന്ന മുസ്ലിം ലീഗിന്റെ എന്റെ പ്രിയപ്പെട്ട നിയന്ത്രിക്കുന്ന ഒരു കേസ് കൊടുക്കാൻ സർക്കാരിന്റെ ഉത്തരവാദിത്തം നാട്ടുകാർ ഏറ്റെടുക്കണം. ശരി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.